വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഒരിക്കൽ കൂടി ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ 4-ാം ദിവസം ശക്തമായ ഇസ്രായേൽ ആക്രമണം. കവചിത വാഹനങ്ങൾക്കും ഡ്രോണുകൾക്കും ബുൾഡോസറുകൾക്കും ഒപ്പം നൂറുകണക്കിന് ഇസ്രായേൽ സൈനികരും ആക്രമണത്തിൽ അണിനിരക്കുന്നു. ആക്രമണത്തിൽ 22 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈനികർ ഫലസ്തീനികളുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും റോഡുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇസ്രായേലി മിലിറ്ററി പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റ സ്ഥലത്ത് 2 വ്യത്യസ്ത സംഭവങ്ങളായി 2 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ്. ബത്ലഹേമിനടുത്ത് ഗുഷത്ത് സി എന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിൽ കാർ സ്ഫോടനം ഉണ്ടായി. അതേസമയം ഹെബ്രോണിനടുത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം പറയുന്നത് കാർ ലക്ഷ്യം നേടുന്നതിന് മുമ്പ് തകർക്കുകയായിരുന്നുവെന്നാണ്. സ്ഫോടനത്തെ തുടർന്ന് ജനീലിലും തുൽഖാമിലും എല്ലാം ശക്തമായ പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. റെയ്ഡ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ഇസ്രായേലി സൈനികരെ വീണ്ടും വിന്യസിച്ചിട്ടുണ്ട്. എന്നിട്ടും പലയിടങ്ങളിലും ഇസ്രായേലി സൈനികരും ഫലസ്തീൻ പോരാളികളും ഏറ്റുമുട്ടുന്നതിന്റെ ശബ്ദം ഉയർന്നു കേൾക്കാം. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ അധിനിവേശ സൈന്യം ഒരു പള്ളി തകർക്കുകയും ചെയ്തിരിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിൽ ഏകദേശം 1 മില്യൺ ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. അവിടെ ഇസ്രായേൽ സൈനികർ ഇപ്പോൾ നിരവധി ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. കാർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡുകളിലെ സ്വതന്ത്രമായ ട്രാഫിക്കിന് തടസ്സം സൃഷ്ടിക്കാനാണ് ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം ഇറാഖിലെ ഐസിനെ ലക്ഷ്യമിട്ട് നടത്തിയ റെയ്ഡിൽ 7 അമേരിക്കൻ സൈനികർക്ക് പരിക്കുപറ്റിയതായി അമേരിക്ക അറിയിച്ചു. ഇറാഖിലെ അർബാൻ മരുഭൂമിയിൽ ഇറാഖി സൈന്യവും അമേരിക്കൻ സൈന്യവും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പരിക്കുപറ്റിയത്. അമേരിക്കൻ സൈന്യം പറയുന്നത് ഗ്രനേഡുകളും സൂയിസൈഡ് ബെൽറ്റുകളും കൈവശമുണ്ടായിരുന്ന 15 പോരാളികളെ സൈന്യം വധിച്ചുവെന്ന്. പരിക്കുപറ്റിയവരുടെ നില തൃപ്തികരമാണെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു.